അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തീത്തോസ് ലേഖനം 3-ാം അധ്യായത്തിൽ നിന്നുള്ള ചിന്തകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നാം പല കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ പഠിക്കുവാനും ധ്യാനിക്കുവാനും നമുക്ക് ഇടയായി. ദൈവകൃപയെക്കുറിച്ച് 7 കാര്യങ്ങളാണ് തീത്തോസ് ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത്. ഇന്നലെ നാം ചിന്തിച്ച നമ്മെ സ്വന്തം ജനമാക്കി തീർത്ത ദൈവകൃപ. ഇന്ന് അതിന് 5-ാമത്തെ വാക്യമാണ് സൗജന്യമായി നമുക്ക് ലഭിക്കുന്ന ദൈവകൃപ. നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ആധുനിക നൂറ്റാണ്ടിൽ പോലും സുവിശേഷത്തിന് ഇത്രമാത്രം എതിർപ്പ് വരുവാനുള്ള കാരണം എന്താണ്? നാം ഈ പറയുന്ന സുവിശേഷമെല്ലാം നല്ല കാര്യങ്ങളല്ലേ? മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന ചരിത്രമല്ലേ പറയുന്നത്? പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന കാര്യമല്ലേ ഈ സുവിശേഷത്തിന്റെ പ്രഘോഷണത്തിൽ വിളംബരം ചെയ്യുന്നത്? വൈ വേർ പീപ്പിൾ സോ മച്ച് അഗൈൻസ്റ്റ് ദ ഗോസ്പൽ മെസ്സേജസ്? അതൊരു ചോദ്യമാണ്. ഇത്രയധികം സുവിശേഷകന്മാരെ ഉപദ്രവിച്ച് ജയിലിടുന്നതിന്റെ കാരണം നാം പരസ്യമായി ചന്തസ്ഥലങ്ങളിലും തെരുവീതികളിലും വീടുവീടാന്തരവും ചെന്ന് ഈ സുവിശേഷത്തിന്റെ ദൂതുകൾ പങ്കുവെക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്രമാത്രം എതിർപ്പുകൾ നാം നേരിടുന്നു? ഒറ്റ ഉത്തരമേ ഉള്ളൂ, സൗജന്യമായി ലഭിക്കുന്ന ദൈവത്തിന്റെ രക്ഷ എന്ന ദാനം ആർക്കും മനസ്സിലാകുന്നില്ല. സൗജന്യമായി രക്ഷ തരിക എന്ന് പറഞ്ഞാൽ ഞാൻ സൗജന്യമായി വാങ്ങുക എന്നതാണ് അതിന്റെ അർത്ഥം. ഒരു വിധത്തിൽ ഞാനൊരു യാചകനാണ് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ദൈവത്തിന്റെ കൃപ സൗജന്യമായി വാങ്ങണമെങ്കിൽ നാം ഇരു കരങ്ങളും നീട്ടി സ്വീകരിച്ചേ പറ്റൂ. ഈ രക്ഷ കൈനീട്ടി വാങ്ങുന്ന ഒരു വ്യക്തിയായി തീരുവാൻ ആരും തയ്യാറല്ല. എന്തെങ്കിലും പ്രവൃത്തികൾ കൂടെ ചെയ്യണം. 90% ദൈവത്തിന്റെ 10% എന്റെ ഭാഗത്തുനിന്ന് ഒരു കർത്തവ്യം, പ്രവൃത്തി, പരിശ്രമം, അധ്വാനം ഒക്കെ ആവശ്യമാണ് എന്നുള്ള ചിന്ത. എന്നാൽ ഈ ദൈവകൃപയെ കുറിച്ച് നാം പറയുമ്പോൾ ഇത് തികച്ചും സൗജന്യമാണ്, ദൈവത്തിന്റെ ദാനമാണ്. ഇവിടെ നമ്മുടെ ഒരു പ്രവൃത്തിക്കും യാതൊരു വിലയുമില്ല. നാം ഇത് ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചേ പറ്റൂ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. അപ്പോൾ നമുക്ക് യോഗ്യതയൊന്നും ഉണ്ടായിട്ടല്ല, ഇറ്റ് ഇസ് അബ്സല്യൂട്ട്ലി ഫ്രീ. ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നു. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവരോട് കരുണ തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ പറയാം, യോഗ്യത ഇല്ലാത്തവർക്കുള്ളതാണ് ദൈവകൃപ. യോഗ്യത ഇല്ല എന്ന് മാത്രമല്ല, അയോഗ്യത കൊണ്ട് നിറഞ്ഞവരുമാണ് നാം. നമ്മുടെ അയോഗ്യതകളെയാണ് കർത്താവ് യോഗ്യതയായിട്ട് എണ്ണിയത്. നമ്മുടെ നല്ല സ്വഭാവത്തിനോ നീതി പ്രവർത്തികൾക്കോ പുണ്യകർമ്മങ്ങൾക്കോ സൽപ്രവർത്തിക്കോ അതിന്റെ അടിസ്ഥാനത്തിലല്ല ഈ കൃപ നമ്മുടെ മേൽ കർത്താവ് ചൊരിഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലല്ല രക്ഷ നമുക്ക് ലഭിച്ചത്. ആവർത്തന 9:6 നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവം തന്നെ ജനത്തോട് കൃപ കാണിക്കുന്നതിനെ കുറിച്ച് അവിടെ പറയുമ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, നിങ്ങൾ ദുശ്ശാഠ്യമുള്ള ജനം, മത്സരികൾ, എപ്പോഴും ദൈവപ്രവൃത്തിയെ ചോദ്യം ചെയ്യുന്നവർ, പിറുപിറുക്കുന്നവർ എന്ന് ആ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ആവർത്തന 9:6 വാക്യത്തെ ഒറ്റ വാക്ക് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അവർ ദുശ്ശാഠ്യമുള്ള ജനമാണ്. ആ ജനത്തോട് ദൈവം കരുണ കാണിച്ചു. അതുകൊണ്ടാണ് നാം പറഞ്ഞത് യോഗ്യത ഇല്ലാത്തവർക്കുള്ളതാണ് ദൈവകൃപ. ഇപ്പോൾ ഈ കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഇപ്പൊ വേദനപ്പെടുന്നവര്, നിരാശപ്പെട്ട് കിടക്കുന്നവര്, ബലഹീനമായ ജീവിതാനുഭവങ്ങളിൽ കഴിയുന്നവര്, പരാജയപ്പെട്ടു പോയവര്, തകർന്നു പോയവർ, ഇങ്ങനെയുള്ളവരോട് നാം കാണിക്കുന്ന സ്നേഹം നിശ്ചയമായി അവരോട് കാണിക്കുന്ന കരുണയാണ്. ഇംഗ്ലീഷിൽ നമുക്കത് ഇങ്ങനെ പറയാം, മേഴ്സി വിൽ ടോളറേറ്റ് മിസറി. എന്നാൽ എന്താണ് ഇവിടെ ദൈവത്തിനും പറയുന്നത്? മത്സരിക്കുന്ന ഒരാളോടാണെങ്കിലോ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുന്നില്ല, ഉയരുന്നില്ല, പരാജയപ്പെട്ട അവസ്ഥയിൽ തുടരുകയാണ്, അവരോട് നമുക്ക് അയ്യോഭാവം തോന്നി വേണമെങ്കിൽ ഒരു അവസരം കൂടി കൊടുക്കും. എന്നാൽ ആ വ്യക്തി, that person is rebelling against you, നമ്മളങ്ങനെ ഒന്ന് സങ്കല്പിക്കുകയാണ്, സപ്പോസ് ടു ബി. ആ വ്യക്തി നമ്മളോട് വിഘടിക്കുകയാണെങ്കിൽ, മത്സരിക്കുകയാണെങ്കിൽ, എതിർക്കുകയാണെങ്കിൽ, എന്നിട്ടും ആ വ്യക്തിയോട് കാണിക്കുന്നതാണ് കൃപ. ദൈവത്തിന് അതിന് പറയുന്നു, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ചു. ദുശ്ശാഠ്യമുള്ള ജനത്തോട് ദൈവം കരുണ കാണിച്ചു. യഥാർത്ഥത്തിൽ ഇത് തന്നെയല്ലേ നമ്മുടെ ജീവിതാനുഭവം? നാം പലപ്പോഴും ദൈവസ്ഥലിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടല്ലോ, കർത്താവെ, പരാജയപ്പെട്ട എന്നോട് നീ കരുണ കാണിച്ചതിനായി, കൃപ കാണിച്ചതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം എത്രയോ പ്രാവശ്യം ദൈവത്തോട് മത്സരിച്ച് ജീവിച്ചു, എന്നിട്ടും ദൈവം നമ്മളെ കൈവിടാതെ ഇന്നും നിലനിർത്തിയതിന് പിന്നിലുള്ള ദൈവിക പദ്ധതി, പ്രിയമുള്ളവരെ, സ്നേഹവനാം ദൈവം നാം നശിച്ചു പോകാതെ, നമ്മുടെ യാതൊരു കഴിവോ പ്രാപ്തിയോ ഗുണമോ യോഗ്യതയോ നോക്കാതെ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം, നമ്മുടെ മേൽ പകർന്ന ധാരാളമായ കൃപ, ഈ ഔദാര്യമായ ദാനം എത്ര വലുതാണ്. പൗലോസിന് പറയാനുണ്ട്, ഈ സുവിശേഷത്തിന് ഞാൻ നിഷ്ഠൂരനും കൊലപാതകിയും സഭയെ മുടിച്ചു കളഞ്ഞവനും നസ്രയ മാർഗത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവനുമാണ്. പാപികളിൽ ഞാൻ ഒന്നാമനായിരുന്നു. ആ വ്യക്തിയോട് പോലും കർത്താവ് കൃപ കാണിച്ചു. ഗ്രേസ് ഓഫ് ഗോഡ് ഈസ് ഗിവൻ ടു ദ അൺമെറിറ്റഡ് പേഴ്സൺ. നമുക്ക് ഇതിനെക്കുറിച്ച് ഇങ്ങനെ വിലയേറിയ ദൈവകൃപയെന്ന് പറയാൻ കഴിയും, വിലയേറിയ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നിസ്സാരമായി ഇതിനെ കാണരുത്. നാം ഈ ഭാഗങ്ങളെല്ലാം പഠിക്കുന്നതോറും കൃപയുടെ ആ വെളിപ്പാടിന്റെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുകയാണ്. ഇങ്ങനെ ധാരാളമായി കൊടുക്കുവാൻ ഈ കൃപ യാതൊരു ചെലവും ഇല്ലാത്തതാണോ, വിലയും ഇല്ലാത്തതാണോ? ഒരിക്കലുമല്ല. 2 കൊരിന്ത്യർ 8:9 ദൈവം മുടക്കിയത് വലിയ വിലയാണ്. അവൻ സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ എന്നെ സമ്പന്നനാക്കി തീർത്ത ദൈവകൃപ. ചെലവുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ധാരാളം ചെലവുണ്ട്. എന്നെ സ്വന്തം ജനമായി ശുദ്ധീകരിക്കുവാൻ വേണ്ടി നമുക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അതിന്റെ അർത്ഥം ക്രിസ്തു തന്റെ ശരീരത്തിൽ എല്ലാ അടികളും എല്ലാ ഉപദ്രവവും കർത്താവ് സഹിച്ചു. വിലയുണ്ടോ എന്ന്
ആരെങ്കിലും ചോദിച്ചാൽ വലിയ വിലയാണ്. അതിനുവേണ്ടി വില മുടക്കിയത് ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ഈ കൃപ വിലയേറിയതായത്. ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടിയ വസ്ത്രം വീട്ടിൽ കൊണ്ടുവന്ന് നോക്കുമ്പോൾ അതിന്റെ ഒറിജിനൽ ടാഗിൽ നാം അതിന്റെ വില കാണുമ്പോൾ മനസ്സിലൊരു സന്തോഷമാണ്. 1000 രൂപയുടെ തുണിയാണ്, പക്ഷെ 100 രൂപയ്ക്ക് എന്റെ കയ്യിൽ വന്നു. കയ്യിലിരിക്കുമ്പോൾ അത് ഫ്രീ ആണെന്നുള്ള തോന്നും. പക്ഷെ ഇതിന് വലിപ്പം മനസ്സിലാക്കണമെങ്കിൽ ഒറിജിനൽ വില നോക്കിയാൽ മതി. എത്ര വിലയുള്ളതാണ് ദൈവപുത്രന്റെ ജീവൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ മുഴുവൻ ധനവും ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ സ്വർഗം തന്നെ ശൂന്യമായി. തന്റെ സകല സമ്പത്തും സ്നേഹവും സ്ഥാനവും തന്റെ ജീവനും തനിക്കുള്ളതെല്ലാം പുത്രൻ നൽകി. അതുകൊണ്ടാണ് വിശുദ്ധ തിരുവെഴുത്തുകൾ പറയുന്നത്, നിങ്ങളെ വീണ്ടെടുത്തത് പൊന്ന് വെള്ളി എന്ന് അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദോഷമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ അത്രേ. റോമർ 5:17 പറയുന്നു, കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏക നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. നമുക്കിന്ന് ഈ പ്രഭാതത്തിൽ ആ സമൃദ്ധിയുള്ള ജീവൻ നമുക്ക് ലഭിച്ചതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ബൈബിളിലെ ചില പദപ്രയോഗങ്ങളാണ് ജീവനും സമൃദ്ധിയായ ജീവൻ, കൃപ മേൽ കൃപ, സമാധാനവും സകല ബുദ്ധിയും കവിയുന്ന സമാധാനവും. കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷമുണ്ട്, ആ സന്തോഷത്തിന്റെ പരിപൂർണതയുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ ഒത്തിരി ദൈവത്തിന് നന്ദി കരയേറ്റുവാൻ നമുക്കിടയായി തീരും. ഈ കൃപ മതിയായതാണ്.